അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. യാ സാഹിബൽ വഖതി അഖ്തുബു ബികും നിയാബതൻ അൻകും വഅളഉ ജബ്ഹതി തഹത ഖദമൈക്കും. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി. ബഹുമാനികളെ, കുരുവട്ടൂരിയൻ വ്യാജന്മാർ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പരിഹസിക്കപ്പെടുന്നതിനു വേണ്ടിയും അവരെ മോശക്കാരായി ചിത്രീകരിക്കപ്പെടുന്നതിനു വേണ്ടിയും പ്രമാണങ്ങളെ ദുർവിനിയോഗം ചെയ്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ച് അതിൽ നിന്നും പലതും കളവ് നടത്തി മഹാന്മാർക്കെതിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കിതാബിൽ മൗലവിമാർ നടത്തിയ തിരുമറിയും നാം ആ കളവ് പിടികൂടിയതുകൊണ്ട് പിന്നീട് വന്ന് തിരുത്തിയതും ആ തിരുത്തിയതിന് ശേഷം വീണ്ടും കളവുകൾ പറഞ്ഞതും കിതാബുകളിൽ വഞ്ചന നടത്തിയതും ദുർവ്യാഖ്യാനിച്ചതുമാണ് ഇന്ന് അല്പസമയം പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൽ ഭയമില്ല എങ്കിൽ, പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ല എങ്കിൽ എന്ത് തോന്നിവാസവും നടത്താം എന്നാണ്. ആഖിറത്തിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ഭയപ്പാടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭീതിതമായ അപരാധങ്ങൾ ആണ് താനും. എന്നാൽ ഈ നൗഷാദ് മൗലവി അടക്കമുള്ള കുരുവട്ടൂരികൾ മഹാന്മാരായ അയിമ്മത്തിൻ്റെ കിതാബിൽ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ വഞ്ചനകൾ, കളവുകൾ നടത്തുകയാണ്. ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരികയാണ്. മൗലവി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഫത്വൽ മുഈന് വായിച്ചിട്ട് ഒരു ഭീമൻ കളവ് പറഞ്ഞു. ആ കളവ് നമ്മൾ പിടികൂടിയപ്പോൾ മൗലവി അത് തിരുത്തി. നമ്മൾ ആദ്യം ആ വിഷയമൊന്ന് കേൾക്കാം. ആദ്യം മൗലവി നടത്തുന്ന കളവ്, ആ കളവ് ഞാൻ പിടികൂടുന്നു, അതൊന്ന് ആദ്യം കാണാം. തലയും പാലും ഒക്കെ കട്ടിട്ടല്ലേ പരിപാടി. ഫത്ഹുൽ മുഈനിൽ അതെ, സ്വന്തം പരിപാടി പറയാണ്. കാരണം നൗഷാദ് ഇനി കക്കാൻ പോവാണ്, ഒരു വലിയ കളവ് നടത്താൻ പോവാണ്. അപ്പോൾ അവിടെ പറയാണ് കളവ് എന്നുള്ളത് മൂപ്പർക്ക് ആകെ പരിചയമുള്ള ഒരു സംഗതി ഇപ്പോൾ അതാണ്. യുദ്ധത്തിന്റെ ബാബ് ചർച്ച ചെയ്യുകയാണ്. അഥവാ ആര് മുർത്തദ്ദാവും അവിടെ കൊണ്ടുവരുന്നു. വകദാ ഖൗലുൽ വലിയി ഹാല ഗൈബത്തിഹി അനല്ലാഹ് എന്നൊരു വലിയ പറഞ്ഞാൽ അങ്ങനെ എല്ലാ മൗലവി അതിന്റെ അർത്ഥം കട്ടിലെ അവിടെ എന്താണ്? വകദാ ഖൗലുൽ വലിയി, അങ്ങനെയാണ് ഒരു വലിയന്റെ വാക്ക്. ഏത്? ഹാല ഗൈബത്തിഹി അനല്ലാഹ്. ഹാല ഗൈബത്തിഹി എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് കട്ടു. എന്നിട്ട് മൗലവി എങ്ങനെ അർത്ഥം വെച്ചു? അനല്ലാഹ് എന്നൊരു വലിയ പറഞ്ഞാൽ കണ്ടോ, ഹാല ഗൈബത്തിഹി എന്നത് ആണ്ട് സൗകര്യപൂർവ്വം കട്ടിയിലേ മൗലവി. എന്തിന് കട്ടു ആ ഭാഗം? ആ ഭാഗത്തിന്റെ അർത്ഥം എന്തേ നൗഷാദെ പറയാതെ പോയത്? അപ്പം മൗലവി ഹാല ഗൈബത്തിഹി എന്ന ആ ഇബാറത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ മർമ്മപ്രധാനമായ ഭാഗം കട്ടു. എന്തിനാ കട്ടത്? അത് കട്ടാലേ നൗഷാദ് മൗലവിയും കുരുവട്ടൂരികളും ഉയർത്തുന്ന ഈ പുത്തൻ വാദത്തിന് തെളിവായിട്ട് പറയാൻ പറ്റുള്ളൂ. അവരുടെ വാദം എന്താണ്? ഔലിയാക്കൾ അവർ മുക്കല്ലഫുകളായ തക്ലീഫുള്ള സമയത്തും അനല്ലാ എന്നൊക്കെ പറയും. സുബ്ഹാനല്ലാ, അങ്ങനെ പറഞ്ഞാൽ കാഫിറാകുമെന്ന് അയിമ്മത്തുകൾ കിതാബിൽ എഴുതി വെച്ചു. ഫത്ഹുൽ മുഈനിൽ അടക്കമുണ്ട്. എല്ലാ ഇമാമുകളും പറഞ്ഞതാണ്. എന്നാൽ അതിനെതിരെ ഒരു പുതിയ വാദം കൊണ്ടുവരികയാണ്. ഈ കള്ളത്തൊരീഖത്തി വാദം കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ പിന്നിൽ ശരീഅത്തിൻ്റെ നിയമം ബാധകമല്ല, ഏത് ഹറാമും ഞങ്ങൾക്ക് ചെയ്യാം, ഏത് കുഫറും പറയാം എന്നാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് തെളിവായിട്ടാണ് മഹാനായ സി.എം. വലിയുല്ലാഹി തങ്ങളുടെ അടക്കമുള്ള മഹാന്മാരുടെ പേര് പറഞ്ഞ് കളവ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നൗഷാദ് മൗലവി അവിടെ ഹാല ഗൈബത്തിഹി എന്ന അർത്ഥം പറയാതെ കട്ടത് എന്തിനാണ്? അങ്ങനെ കട്ടാലേ നൗഷാദ് പറയുന്ന പുത്തൻവാദത്തിന് അത് തെളിവാവുള്ളൂ. എന്നാൽ അത് നമ്മൾ പിടികൂടിയപ്പോൾ ഇതാ കോഴിക്കോട് വന്നിട്ട് മൗലവി നടത്തുന്നു. ആ കട്ടുപോയ ഭാഗം അതാ കൊണ്ടുവരുന്നു. കയ്യോടെ പിടികൂടിയപ്പോൾ കട്ട മുതലുമായിട്ട് മൗലവി കയ്യോടെ വരികയാണ്. അതാണ് ഇനി കാണാൻ പോകുന്നത്. പറയട്ടെ, മൗലവി കഴിഞ്ഞ കോഴിക്കോട് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ
ആ ഹാല ഗൈബത്തിഹി അതിന്റെ അർത്ഥം ഇതാ വരുന്നു. ഖൗലുൽ വലിയ്യി ഹാല ഗൈബത്തിഹി അനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ഒരു വലിയ അവരുടെ ഗൈബത്തിന്റെ സമയം, ബുദ്ധി അല്ലാഹുവിൽ ലയിച്ച സമയത്ത് അവർ പറയുന്നു അനല്ലാഹ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. അതെ, അപ്പൊ എന്തായി? ഗൈബത്തിന്റെ സമയം, അള്ളാഹുവിൽ പൂർണ്ണമായും ലയിച്ച സമയം മഹാന്മാര് പറയുന്ന വാക്ക് കുഫറിൽ പെടില്ല. ഇപ്പൊ കറക്റ്റായി. അപ്പൊ നമ്മൾ തിരുത്തിച്ചു മൗലവിയെ കൊണ്ട്. ഹാല ഗൈബത്തിഹി എന്നതിന്റെ അർത്ഥം കട്ടുപോയ മൗലവിയെ നമ്മൾ കയ്യോടെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ജനങ്ങൾക്ക് മുമ്പിൽ വഷളായി. കാരണം ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കിതാബ് അത് പഠിച്ചവരായിരിക്കും കേരള മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും. അപ്പൊ ആ ഫത്ഹുൽ മുഈനിൽ പോലും ഇങ്ങനെ ഒരു നാണവുമില്ലാതെ കളവ് നടത്തി എന്നത് നമ്മൾ തുറന്നു കാണിച്ചപ്പോ ഇതാ കഴിഞ്ഞ പ്രസംഗത്തിൽ, അഥവാ 27-ാം തീയതി കോഴിക്കോട് വരക്കലിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ ആ കട്ടുകൊണ്ടുപോയ അർത്ഥം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് മൗലവി. അപ്പോ നമ്മൾ തിരുത്തിച്ചു മൗലവിയെ കൊണ്ട്, അല്ലേ? നമ്മൾ തിരുത്തിച്ചു. ഇനി നമുക്ക് അറിയാനുള്ളത്, ഈ മൗലവിക്ക് ഇങ്ങനെ വിഡ്ഢിത്തം പറയാൻ ഇയാളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? കാരണം നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരിൽ നിന്നും പഠിച്ചാൽ ഇങ്ങനെയുള്ള വിഡ്ഢിത്തം പറയേണ്ടി വരില്ല. അപ്പൊ ഇയാള് എവിടെ നിന്നാണ് ഈ മഹാവിഡ്ഢിത്തങ്ങളൊക്കെ പറയാൻ മാത്രം അബദ്ധങ്ങൾ പഠിച്ചു വെച്ചത് എവിടെ നിന്നാണ്, അബദ്ധങ്ങൾ മനസ്സിലാക്കി വെച്ചത് എവിടെ നിന്നാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അയാൾ എന്നെ പറയട്ടെ. ഞാൻ ശൈഖുനാന്റെ അടുത്തുനിന്ന് പിന്നി ഓതിയതാ നിങ്ങളെ ഈ ഫിഖ്. നിങ്ങൾ വിചാരിച്ച് ഫിഖിൽ നിങ്ങളുടെ ഈ കളി ഞങ്ങൾക്ക് മനസ്സിലാവൂല. അത് ശരി. അപ്പോ ശൈഖുനാന്ന് പറഞ്ഞാൽ നമ്മളെ കോമാട്ട് ചാലിൽ അബ്ദുള്ള മൗലവിയിൽ നിന്നാണ് ഇയാൾ ഇത് ഓതിയിട്ടുള്ളത്. എന്നാ പിന്നെ ഇതിലപ്പുറം പറഞ്ഞില്ലെങ്കിലേ നമ്മൾ അത്ഭുതപ്പെടാനുള്ളൂ. നല്ല തഹഖീഖുള്ള ഇൽമുള്ള പണ്ഡിതന്മാരിൽ നിന്ന് ഓതിയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അതിശയപ്പെടാനുണ്ട്. പക്ഷേ ഇത് ജാഹിലീങ്ങളിൽ നിന്നാണ് ഓതിയതെങ്കിൽ ജഹാലത്തല്ലേ പറയൂ, അല്ലേ സഹോദരങ്ങളെ? അരി കൊണ്ട് കഞ്ഞി വെക്കുമ്പോഴല്ലേ നമ്മൾ കല്ല് തിരയേണ്ടതുള്ളൂ. ഒരാൾ കല്ലുകൊണ്ട് തന്നെയാണ് കഞ്ഞി വെക്കുന്നത്, എന്നാ പിന്നെ അതിലെടുത്ത് കല്ല് തിരയാനാ എന്നതുപോലെ ഇത് ജഹാലത്തിന്റെ ഉറവിടത്തിൽ നിന്നാ ഓതിയത്. അത് 2-3 പ്രാവശ്യം ഓതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാ പിന്നെ ഇതിലപ്പുറം ജഹാലത്ത് പറഞ്ഞില്ലെങ്കിലാണല്ലോ നമ്മൾ അത്ഭുതപ്പെടാനുള്ളത്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇദ്ദേഹം ഈ ജഹാലത്ത് എവിടെ നിന്ന് പഠിച്ചു? ജാഹിലീങ്ങളിൽ നിന്ന് പഠിച്ചു. ആ ജഹാലത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിളമ്പാൻ ശ്രമം നടത്തി, അതിൽ കളവ് നടത്തി. നമ്മൾ കയ്യോടെ പിടികൂടിയപ്പോൾ മൗലവി കട്ടസാധനവുമായി തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ മൗലവിയെ കളവ് മുതൽ ആ കട്ട മുതൽ തിരിച്ചു കൊണ്ടുവന്നു. ഹാല ഗൈബത്തിഹിന്റെ അർത്ഥം തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ അവിടെ പിന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കണം നമ്മൾ. ആ കട്ടത് മൂപ്പർക്കൊന്നും മറക്കണമല്ലോ. അതായത് ഒരാൾ പണ്ട് വീണ സമയത്ത് ആളുകളൊക്കെ കണ്ടു ഇയാൾ വീണതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇയാൾ കിടന്ന് ഉരുളാൻ തുടങ്ങി. എന്തിനാ? ഞാൻ വീണതല്ല, ഞാൻ മനഃപൂർവ്വം നിലത്ത് കിടന്ന് ഉരുളുകയാണ് എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം. അപ്പൊ കണ്ടു നിൽക്കുന്നവർ കൂടുതൽ കൈയടിക്കാൻ തുടങ്ങി. എന്തൊരു വിഡ്ഢിയാണ്, നീ വീണത് എല്ലാവർക്കും ബോധ്യപ്പെട്ടതല്ലേ. അപ്പൊ ആ വിഡ്ഢിക്കത് മനസ്സിലാവുന്നില്ല എന്നതുപോലെയാണ് നൗഷാദിന്റെ ഹാല്. അദ്ദേഹം ഈ ഫത്ഹുൽ മുഈനിൽ കളവ് നടത്തിയതും അത് നമ്മൾ പിടികൂടിയതൊക്കെ എല്ലാവരും കണ്ടു മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് മൗലവിക്ക് ആ കട്ട അർത്ഥം തിരിച്ചു കൊണ്ടുവരേണ്ടിയും വന്നത്. പക്ഷേ ആ വീണതല്ല, ഞാൻ ഉരുളാൻ വേണ്ടി കിടന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നൗഷാദ് പിന്നെയും കിതാബുകളിൽ കളവ് നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ കളവ് നടത്തുന്നുണ്ട്. അവിടെയൊക്കെ നമുക്കത് വിശദീകരിക്കണം. അതിനു മുമ്പ് മൗലവി ഉണ്ടല്ലോ, മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവറുകളെ കുറിച്ച് ഒരു ഭീകര കളവ് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രസംഗം, ഈ വിഷയം തുടങ്ങിയത് തന്നെ. എന്താണത്? മൗലവിന് പറയട്ടെ. കാരണം അനൽ ഹഖ് അനല്ലാ എന്ന് തുടങ്ങിയിട്ടുള്ള പദങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരുടെ ഫനാഇൻ്റെ ഘട്ടങ്ങളിൽ പറയുന്നു. ഫനാഇ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ മഹാന്മാർക്ക് തക്ലീഫ് പോലുമില്ല, അവരുടെ ബുദ്ധി അള്ളാഹുവിലേക്ക് മറിഞ്ഞുപോയ ഒരു സന്ദർഭമാണ്. ആ ഘട്ടത്തിൽ അതിന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും ഈ ജാഹിലീങ്ങൾക്കറിയോ? ഈ കള്ളത്തൊരീഖത്തുകാർക്കറിയോ? തസവൂഫിന്റെ എന്തെങ്കിലും ഒരു ഇസ്തിലാഹാത്തി മൗലവിമാർക്കറിയോ? അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അനല്ലാ, അനൽ ഹഖ് തുടങ്ങിയിട്ടുള്ള പദങ്ങൾ
പറയുന്നത് അവർ ഫനാഇന്റെ ഘട്ടത്തിലാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അവസ്ഥകളും അതുപോലെ തസവുഫിൻ്റെ ഇസ്തുലാഹാത്തുകളൊന്നും അറിയാത്ത ഈ മൗലവിമാർ അത്തരം ഘട്ടങ്ങളിൽ നടത്തിയ ആ പദപ്രയോഗങ്ങളെ സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഔലിയാക്കൾ എപ്പോഴും ഇങ്ങനെ പറയും എന്ന് പറഞ്ഞ് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൊച്ചാക്കുകയാണ്, അവരെ പരിഹസിക്കുകയാണ്. ഒരു മനുഷ്യൻ തക്ലീഫോടുകൂടെ മുക്കല്ലഫായിരിക്കെ അനല്ലാ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാ, അത് കുഫറിൻ്റെ വാചകമാണ്. അങ്ങനെ പറഞ്ഞവൻ കാഫിറാണെന്ന് വളരെ വ്യക്തമായി എല്ലാ ഇമാമുകളും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു ആരെ? ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടത്തെ പേരിൽ ഈ മൗലവിമാർ നടത്തുന്ന ഏറ്റവും വലിയ കളവല്ലേ സഹോദരങ്ങളെ? ആ കളവ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ മൗലവിമാർ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലും കളവ് പറയുന്നു. അവിടുത്തെ വാചകം എടുത്ത് സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റി പച്ചക്കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാലയിൽ, മുഹിയുദ്ദീൻ മാലയിൽ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞ ഒരു വരി ഉദ്ധരിച്ചുകൊണ്ട് ഈ മൗലവി നടത്തുന്ന ഒരു കളവ്, സുബ്ഹാനല്ലാഹ്, കളവ് മാത്രമേ ഉള്ളൂ. നമുക്ക് കേൾക്കാം. കോഴിക്കോട്ടുകാര് മുഹിയുദ്ദീൻ മാല പഠിച്ച ആളാ. ഹല്ലാജെ കൊല്ലുന്ന ആളന്ന് ഞാനുണ്ടെങ്കിൽ, കണ്ടോ, ഹല്ലാജ് എന്നവർ കൊല ചെയ്യപ്പെടുന്ന കാലത്ത് ഞാനുണ്ടെങ്കിൽ അവരെ കൈ ഞാൻ പിടിക്കുന്നതാണ് മഹാനായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അന്ന് അനൽ ഹഖ് അനല്ലാ എന്നൊക്കെ പറഞ്ഞു മഹാനവറുകൾ. അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ അവരെ കൊല ചെയ്തു, അതിനെ വിമർശിക്കുകയാണ് മഹാനായ ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അത് രേഖപ്പെടുത്തുകയാണ് ഖാദി മുഹമ്മദ്. കളവല്ലേ മൗലവി പറഞ്ഞത്? മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആ നടപടിയെയാണോ വിമർശിച്ചത്? അല്ല, ഒരിക്കലുമല്ല. ഹല്ലാജ് റളിയല്ലാഹു അൻഹു അങ്ങനെ തൻ്റെ ഫനാഇൻ്റെ ഘട്ടത്തിൽ അനൽ ഹഖ് എന്ന് തുടങ്ങിയ പദപ്രയോഗം നടത്തുന്നു. ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട ഹല്ലാജ് തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഫനായിൽ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയെടുക്കുമായിരുന്നു എന്നാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞത്. അത് മൗലവി എങ്ങോട്ടാക്കി? നേരെ പുറത്താക്കി. അഥവാ ബഹുമാനപ്പെട്ട ഹല്ലാജ് തങ്ങൾ അവിടുത്തെ ഫനാഇൻ്റെ ഘട്ടത്തിൽ അഥവാ തക്ലീഫില്ലാത്ത ഘട്ടത്തിൽ അനൽ ഹഖ് എന്ന പദപ്രയോഗം നടത്തി. അത് പ്രത്യക്ഷത്തിൽ ബഹുമാനപ്പെട്ടവരുടെ തക്ലീഫില്ലാത്ത ഘട്ടമാണെന്ന് പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടതില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ സംവിധാനം ബഹുമാനപ്പെട്ടവർ കുഫറിൻ്റെ വാചകം പറഞ്ഞു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുകയും അവിടുത്തെ അന്നത്തെ ഭരണാധികാരി ബഹുമാനപ്പെട്ടവരെ കുഫറിൻ്റെ വാചകം പറഞ്ഞു എന്നർത്ഥത്തിൽ കൊല ചെയ്യുകയും ചെയ്തു. എന്നാൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹല്ലാജ് തങ്ങൾ ഫനായിൽ അത്തരം പദപ്രയോഗം നടത്താതെ അദ്ദേഹത്തെ ഞാൻ ഉയർത്തുമായിരുന്നു എന്നാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അത് എവിടെയാ പറഞ്ഞത്? ബഹജത്തുൽ അസ്റാറിൽ കാണാം. എന്താണത്? ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലം യകുൻ ഫീ സമാനിഹി മൻ യഖുദുഹു ബിയദിഹി വലൗ കുൻതു ഫീ സമാനിഹി ലഅഖദ്തുഹു ബിയദിഹി. ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഫനായിൽ ലയിച്ചിരിക്കുന്ന അദ്ദേഹം ഈ പദപ്രയോഗം നടത്തുന്നതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈപിടിക്കാൻ പറ്റിയ ഒരാളും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ സമയത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ തരത്തിലുള്ള പദപ്രയോഗം നടത്തുന്നതിൽ നിന്ന് അദ്ദേഹത്തെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരുമായിരുന്നു, രക്ഷപ്പെടുത്തുമായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. എന്നാൽ ഈ വസ്തുത മനസ്സിലാക്കാതെ ഈ വസ്തുതയ്ക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഈ മൗലവി മഹാന്മാരുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വലിയ അബദ്ധമാണ് സഹോദരങ്ങളെ! എത്ര വലിയ അബദ്ധമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്! എല്ലാം കളവ്. കിതാബ് എടുത്ത് ഓതിയോ അവിടെ കളവുണ്ടാവും, കിതാബ് മറിച്ചോ അവിടെ കട്ടിട്ടുണ്ടാവും. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് ഭയമില്ലാതെ, മഹാന്മാരെ കുറിച്ച് ഒരൽപ്പം പോലും ബഹുമാനമില്ലാതെ, അവരുടെ ഖദർ മനസ്സിലാക്കാതെ ഈ മൗലവി നടത്തുന്നത് മുഴുവനും കളവല്ലേ സഹോദരങ്ങളെ? ഇനി നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ അവിടത്തെ പരിഹസിക്കുകയാണ് മൗലവി.
സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് അവിടുന്ന് ഈ അടുത്ത് കഴിഞ്ഞുപോയ മഹാനല്ലേ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് ഇവരെന്തൊക്കെ തോന്നിവാസായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം തോന്നിവാസമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറയട്ടെ മൗലവി. ഇന്നിപ്പോ എവിടെ എത്തിയറിയങ്ങള്? മടവൂർ ശൈഖുന കാഫിറാണെന്ന് പറയാനാണ് ഈ വിഭാഗത്തിന്റെ ശ്രമം. വഹാബിയല്ല, അവർ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളെ കാഫിറാണെന്ന് അൽമനാറിൽ എഴുതി. സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് കാഫിറാണ് എന്ന പദപ്രയോഗം വരെ നടത്തുകയാണ് മൗലവി. ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വാചകം ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ സിയം വലിയുല്ലാഹി തങ്ങൾ കുഫ്ർ ചെയ്തു എന്ന അർത്ഥത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കുരുവട്ടൂരികളാണ്. എന്തിനാണെന്നറിയാമോ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വഹാബികളുമായിട്ട് അന്തർധാരയാണ്. എന്നിട്ട് ഒരു കാലഘട്ടത്തിൽ സിയം വലിയുല്ലാഹി തങ്ങളെക്കുറിച്ച് ഒരു വിഭാഗം പറഞ്ഞിരുന്നു, കാഫിറാണെന്ന് വരെ പറഞ്ഞിരുന്നു എന്ന് പിൽക്കാലത്ത് എഴുതി വെക്കപ്പെടാൻ വേണ്ടിയാണ് ഈ മൗലവി വഹാബികളുമായി ചേർന്നിട്ട് ശൈഖുനയെ ഇങ്ങനെ പരിഹസിക്കുന്നത്. സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് അവിടത്തെ ഒരു കാര്യവും ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അവിടുന്ന് കുഫറിലേക്ക് എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ ബിദ്അത്തിലേക്ക് എന്നർത്ഥത്തിൽ, അല്ലെങ്കിൽ ശരീഅത്തിന് വിരുദ്ധമാണ് എന്നർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുന്ന ഒന്നുമില്ല. അവിടുന്ന് ജദബിന്റെ ഹാലിൽ അവിടുന്ന് പല കാര്യങ്ങളും നടത്തിയതായി അവിടുത്തെ ചരിത്രത്തിൽ നമുക്കറിയാം. അത് ഔലിയാക്കളുടെ മർത്തബയാണ്. ഔലിയാക്കളെ സംബന്ധിച്ച് അറിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. എന്നാൽ ഈ ഔലിയാക്കളെ സംബന്ധിച്ച് പഠിക്കാത്ത മൗലവി അദ്ദേഹം മഹാനായ സിയം വലിയുല്ലാഹി തങ്ങളടക്കമുള്ള മഹാന്മാരെ പരിഹസിക്കുകയാണ്. നമ്മൾ ഈ ചർച്ച കൊണ്ടുവരാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരുടെ കൂട്ടത്തിലുള്ള ചില മൗലവിമാർ, കള്ളത്തൊരീഖത്തുകാർ, വിവരമില്ലാത്ത ജാഹിലീങ്ങൾ ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് പാട്ടിറക്കി. എന്താണ് ആ പാട്ടിൽ പറഞ്ഞത്? മടവൂരാരോ പടച്ചാനോനാണെന്ന് ചോദിച്ചാൽ പറയണം ഞങ്ങളെ പടച്ചോന് മടവൂരാണ് എന്ന കുഫറിന്റെ പദം പറഞ്ഞുകൊണ്ടുള്ള പാട്ടിറക്കി. ആ പാട്ട് കേട്ടപ്പോൾ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളൊക്കെയും അത് കുഫറിന്റെ വാചകമാണ് എന്ന് വളരെ കാര്യഗൗരവത്തോടെ ഉണർത്തി. എന്നാൽ ആ പാട്ടിനെ പോലും ന്യായീകരിച്ചുകൊണ്ടാണ് ഈ കുരുവട്ടൂരികൾ ഇത്തരത്തിലുള്ള മുഴുവൻ കളവുകളും പറയുന്നത്. ആ പാട്ടിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി, അതിലുള്ള കുഫറിന്റെ ആശയത്തെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ മഹാന്മാരുടെ പേരിൽ മുഴുവനും കളവ് പറയുന്നത്. അല്ലേ? അതല്ലേ ഇവിടുത്തെ നിമിത്തം? അതിൻ്റെ ഈ ചർച്ചയുടെ തുടക്കം അവിടെ നിന്നല്ലേ? എന്നാൽ മൗലവി ആ ചർച്ച അവിടെ നിന്നും മാറ്റി ആ പാട്ടിന്റെ കുഫ്ർ പാട്ടിനെ മറക്കാനുള്ള ശ്രമമാണ് ഈ മൗലവി നടത്തുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ ഈ കുഫ്ർ വരെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമം, അതിനുവേണ്ടി മഹാന്മാരുടെ കിതാബുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അതിനുവേണ്ടി മഹാന്മാരുടെ കിതാബുകളെ ദുർവ്യാഖ്യാനിക്കുന്നു മൗലവി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരുടെ ഫനാഇൻ്റെ ഘട്ടത്തിൽ, അവരുടെ ജദ്ബിൻ്റെ ഹാലിൽ അത്തരം ഘട്ടങ്ങളിൽ നടത്തുന്ന പദപ്രയോഗങ്ങൾ, അതിൻ്റെ ലോഹിർ, അതിൻ്റെ ബാഹ്യാർത്ഥം മുറാദല്ല, അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. അവർക്ക് തക്ലീഫില്ല. പറയുന്ന പദത്തിന് അത് മറ്റൊരാൾ അനുകരിക്കാൻ പാടില്ല. അത് അവരുടെ പ്രത്യേകമായ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ വിശദീകരിച്ചു. സിയം വലിയുല്ലാഹി തങ്ങളിൽ നിന്നും അത്തരം ഒരു പദപ്രയോഗം വന്നു എന്നാണ് ഈ മൗലവിമാർ പറയുന്നത്. ഇനി അത് വന്നു എന്ന് സങ്കല്പിച്ചാൽ തന്നെ അത് അവിടുത്തെ ജദ്ബിൻ്റെ ഘട്ടത്തിലാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. എന്നാൽ ഇവന്മാർ പറയുന്നത് സിയം വലിയുല്ലാഹി തങ്ങൾ അങ്ങനെ ജദ്ബൊന്നും ഉണ്ടായിട്ടില്ല, അവിടെ നിന്ന് മുക്കല്ലഫായിരിക്കെയാണ് അത്തരം പദപ്രയോഗങ്ങൾ നടത്തിയത്. സുബ്ഹാനല്ലാഹ്, മുക്കല്ലഫായിട്ട് കുഫറിന്റെ പദപ്രയോഗം സിയം വലിയുല്ലാഹി തങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ ആ മഹാനെക്കുറിച്ച് അതിലപ്പുറം ഇനി ചീത്ത പറയാനുള്ള വാചകമേതാണ്? അവിടുത്തെ പേരിൽ കുഫർ ആരോപിക്കുകയല്ലേ ഈ മൗലവിമാര് നടത്തുന്നത്? എത്ര വലിയ അപകടമാണ്, എത്ര വലിയ അപകടമാണ് നോക്കൂ നിങ്ങൾ. ഇവര് പറയുന്നത് എന്താ അറിയോ? ഇവര് പറയുന്നത് അനല്ലാ എന്ന് പറഞ്ഞത് ജദ്ബിന്റെ ഹാലിലാകണം എന്ന് പറഞ്ഞാൽ സമനില തെറ്റിപ്പോയ അവസ്ഥയിലാകണം. അല്ലാതെയാണ് പറഞ്ഞതെങ്കിൽ പറഞ്ഞ ആള് കാഫിറാണ്.
മടവൂർ ശൈഖുന പറഞ്ഞതോ ലാ ജദ്ബ ഫിയ, എനിക്ക് ജദ്ബില്ല. സിയം വലിയുല്ലാഹി തങ്ങൾക്ക് ഒരു ജദ്ബില്ലാത്ത ഘട്ടത്തിൽ തന്നെയാണ് അത്തരം പദപ്രയോഗങ്ങൾ നടത്തിയത്. സിയം വലിയുല്ലാഹി തങ്ങളെ കുറിച്ച് പരിഹാസത്തിന്റെ വാക്കുകൾ ആവർത്തിക്കുകയാണ് മൗലവി. തക്ലീഫുള്ള സമയത്ത് തന്നെ സിയം വലിയുല്ലാഹി തങ്ങൾ അത്തരം പദപ്രയോഗം നടത്തി ഒരിക്കലുമില്ല. നഊദുബില്ലാ, സിയം വലിയുല്ലാഹി തങ്ങൾ അങ്ങനെ നടത്തിയിട്ടില്ല. ഒരു വലിയും അങ്ങനെ നടത്തിയിട്ടില്ല, നടത്തുകയുമില്ല. ഒരു വലിയും അങ്ങനെ നടത്തുകയില്ല. ഫിഖഹിന്റെ കിതാബിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞു, അങ്ങനെ മുക്കല്ലഫായിരിക്കെ ആരെങ്കിലും കുഫറിന്റെ പദപ്രയോഗം നടത്തിയാൽ കാഫിറാണ്, ഒരു സംശയവുമില്ല. അങ്ങനെ ഇമാമുകൾ എഴുതി വെച്ച എല്ലാവർക്കും വ്യക്തതയുള്ള ഒരു മസലയാണത്. എന്നാൽ സിയം വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ചാണ് ഈ മൗലവി പറയുന്നത്. സിയം വലിയുല്ലാഹി തങ്ങൾ അവിടുത്തെ ശരിയായ തക്ലീഫുള്ള സമയത്താണ് അത് പറഞ്ഞത്. നഊദുബില്ലാ, സിയം വലിയുല്ലാഹി തങ്ങളെ പരിഹസിക്കപ്പെടാൻ, സിയം വലിയുല്ലാഹി തങ്ങൾ തരം താഴ്ത്തപ്പെടാൻ ഇതിലപ്പുറം ഇനി എന്താ പറയേണ്ടത്? നോക്കൂ, നിങ്ങൾ ഒരു നാണവുമില്ലാതെ പറയുകയല്ലേ മൗലവിമാരെ? രണ്ട് സാധ്യതയുള്ളൂ, ഒന്നുകിൽ ജദ്ബാണ് അല്ലെങ്കിൽ കാഫിറാണ്, അല്ലാത്തത് ഫിഖഹിന്റെ കിതാബിലില്ല. ഇവര് ഫിഖും പഠിച്ചിട്ടില്ല, ഹദീസും പഠിച്ചിട്ടില്ല എന്നതും പഠിച്ചിട്ടില്ല. കേട്ടോളൂ അദ്ദേഹത്തിന്റെ വാക്കുകൾ. വെച്ചാൽ തന്നെ അത് അവിടത്തെ ജദ്ബിന്റെ ഹാലിലായിരിക്കും എന്നാണ് വെക്കേണ്ടത് എന്ന് ഇമാമുകളൊക്കെ പറഞ്ഞതാണ്. എല്ലാ ഫിഖഹിന്റെ കിതാബിലും ഉള്ളതാണ്. അഥവാ സ്വബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ കാഫിറാണെന്നതിൽ തർക്കമില്ല. കറക്റ്റാണ്. സ്വബോധത്തോടെ ഒരു മനുഷ്യൻ അനല്ലാ എന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ് എന്നുള്ള വിഷയത്തിൽ തർക്കമില്ല. അതേ സമയത്ത് ഒരാൾ അദ്ദേഹത്തിന്റെ ഇസ്തിഗ്റാഖിന്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ജദ്ബിന്റെ ഘട്ടത്തിൽ മഹാന്മാരിൽ നിന്നും അത്തരം വാക്കുകൾ വന്നാൽ അത് ഈ കുഫറിന്റെ പരിധിയിൽ വരില്ല എന്നും നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതൻ ഒരു കർമ്മശാസ്ത്രങ്ങൾ പഠിച്ചിട്ടില്ല. നമ്മളെ ക്ലിപ്പയിൽ വെക്കുന്നത് ഏതാ? ഞാൻ മറ്റൊരുത്തന്റെ വാദം ഉദ്ധരിക്കുകയാണ്. ഒരു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞ മസലയാണ്, എല്ലാ മഹാന്മാരും പറഞ്ഞതാണ്. തക്ലീഫുള്ള സമയത്ത് മുക്കല്ലഫായിരിക്കെ കുഫറിന്റെ വാചകം പറഞ്ഞാൽ കാഫിറായി പോകും. സുബ്ഹാനല്ലാഹ്, അത് സിയം വലിയുല്ലാഹി തങ്ങളെ പേരിൽ ആരോപിക്കുകയാണ് ഈ മൗലവി. ആ മഹാനായ സിയം വലിയുല്ലാഹി തങ്ങളെ ആക്രമിക്കാൻ ഇതിലപ്പുറം ഇനി എന്ത് വാചകമാ ഉപയോഗിക്കേണ്ടത്? നോക്കൂ നിങ്ങൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖഹിന്റെ കിതാബിൽ എന്താ പറയുന്നത്? ഫത്ഹുൽ മുഈൻ തന്നെ ഞാൻ വായിക്കാം. സുബ്ഹാനല്ലാഹ്, ഈ മഹാന്മാരുടെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ ഈ കള്ളത്തൊരീഖത്തിന്റെ മൗലവിമാര് പറയുന്ന തോന്നിവാസത്തിന് കയ്യുണ്ടോ, കണക്കുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ശത്രുക്കളാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമു പഠിക്കാതെ, കർമ്മശാസ്ത്രം പഠിക്കാതെ, വിശ്വാസം പഠിക്കാതെ ഈ മൗലവിമാര് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ കളവുകൾ പറയുകയാണ് ഈ കള്ളത്തൊരീഖത്തിന്റെ മൗലവിമാര്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ഫിഖഹിന്റെ കിതാബിലും പറഞ്ഞ ഒരു വിഷയമാണ്. ഞാൻ വായിക്കാം. ഫത്ഹുൽ മുഈനിൽ കാണാം, വകദാ ഖൗലുൽ വലിയ്യി, അപ്രകാരം തന്നെയാണ് ഒരു വലിയ പറയുന്ന വാക്കും, അത് കുഫറിന്റെ പരിധിയിൽ വരുന്നില്ല. ഹാല ഗൈബത്തിഹി, ആ വലിയന്റെ ഗൈബത്തിന്റെ ഘട്ടത്തിൽ, ആ വലിയ ജദ്ബിലായിരിക്കുന്ന ഘട്ടത്തിൽ. ഇതാണ് നൗഷാദ് മൗലവി നേരത്തെ കട്ടിരുന്നത്. ആ ഘട്ടത്തിൽ, ഗൈബത്തിന്റെ ഘട്ടത്തിൽ അഥവാ ജദ്ബിന്റെ ഘട്ടത്തിൽ ഒരു വലിയ പറഞ്ഞു അനല്ലാ, അനല്ലാ തുടങ്ങിയ പദം പറഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലുള്ള വാചകം പറഞ്ഞാൽ, ആരിഫീങ്ങളിൽപ്പെട്ട നിരവധി മഹാന്മാരിൽ നിന്നും അത്തരം പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. കബിനി അറബി അത്ബാഇഹി, അത് ഇബ്നു അറബി തങ്ങളെ പോലെ, അവിടുത്തെ ശിഷ്യന്മാരെ പോലെ. വമാ ബഖാ ഫീ ഇബാറാതിഹിം മിമ്മാ യൂഹിമു കുഫ്റാ, അത്തരം മഹാന്മാര് ഗൈബത്തിലിരിക്കെ അവരിൽ നിന്നും കുഫറാണെന്ന് തോന്നിപ്പിക്കുന്ന പല പദങ്ങളും വന്നാൽ ആ പദങ്ങൾ ഗൈറു മുറാദിൻ ബിഹി ളാഹിറുഹു, അത്തരം പദപ്രയോഗങ്ങളുടെ ളാഹിർ ബാഹ്യാർത്ഥം മുറാദല്ല. കമാ ലാ യഖ്ഫാ അലൽ മുവഫഖീൻ, അത് വളരെ വ്യക്തമാണല്ലോ. ഇൽമു പഠിക്കാൻ തൗഫീഖ് ലഭിച്ചവർക്ക് ആ കാര്യം വളരെ വ്യക്തമാണ്. എന്നാൽ നൗഷാദ് മൗലവിയെ പോലുള്ള കള്ളത്തൊരീഖത്തുകാര്, കുരുവട്ടൂരികളെ പോലുള്ള വ്യാജന്മാര് ഈ വസ്തുത മനസ്സിലാക്കാനുള്ള ഭാഗ്യമില്ല. അവർ കള്ളത്തൊരീഖത്തിൽപ്പെട്ട് പിഴച്ചുപോയി. എന്നിട്ട്
ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുടരാണ്, നഅം, പക്ഷേ യഹ്റമു അലാ മൻ ലം യഅരിഫ് ഹഖീഖത ഇസ്തിലാഹിഹിം, മഹാന്മാരുടെ തസവുഫിൻ്റെ ഇസ്തിലാഹാത്തുകൾ, അവരുടെ സാങ്കേതിക പദപ്രയോഗങ്ങൾ, അതിനെക്കുറിച്ച് അറിവില്ലാത്തവരുണ്ടല്ലോ, അവർക്ക് ഹറാമാണ്. വത്വരീഖത്തിഹിം, മഹാന്മാരുടെ ത്വരീഖത്ത് തസവുഫിനെ കുറിച്ച് അറിയാത്തവർക്ക് അവർക്ക് ഹറാമാണ്. മുത്വാലഅത്തു കുതുബിഹിം, മഹാന്മാരുടെ തസവുഫിൻ്റെ ഇത്തരം പദപ്രയോഗങ്ങൾ, തസവുഫിൻ്റെ വിവിധ മേഖലകളിൽ ഫനാഇൻ്റെ ഘട്ടം പോലുള്ള ഘട്ടങ്ങളിൽ മഹാന്മാർ ഉപയോഗിച്ച പദപ്രയോഗങ്ങളുള്ള കിതാബുകൾ നോക്കാൻ പാടില്ല. ആർക്ക്? മഹാന്മാരുടെ തസവുഫ് അറിയാത്തവർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ത്വരീഖത്ത് അറിയാത്തവർ, അവരുടെ ഇസ്തിലാഹാത്ത് അറിയാത്ത നൗഷാദ് മൗലവിയെ പോലുള്ളവർ അവരുടെ കിതാബ് തൊട്ടു നോക്കാൻ പാടില്ല. ഫഇന്നഹാ മുസില്ലത്തു ഖദമിൻ ലഹു, അത് അവർ പിഴക്കാൻ കാരണമാണ്. ഒമിൻ സമ്മ, അതുകൊണ്ട് തന്നെയാണ് ലല്ല കസീറൂൻ, ധാരാളം ആളുകൾ പിഴച്ചു പോയിട്ടുണ്ട്. എന്താണ് അവർ ചെയ്തത്? യൗതറൂ ബിളവാഹിരിഹാ, അത്തരം വാക്കുകളുടെ ബാഹ്യാർത്ഥം പിടിച്ച് അവർ വഞ്ചിക്കപ്പെടുകയാണ്. അത് മുറാദല്ല, അതിൻ്റെ ആന്തരികമായ ഒരു മാനയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ അവർ പിഴച്ചുപോയി. ഈ നൗഷാദ് മൗലവിയും കുരുവട്ടൂരികളും പിഴച്ചുപോയതുപോലെ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, വഖൗലു ഇബ്നു അബ്ദിസ്സലാം, എന്നാൽ ഇബ്നു അബ്ദിസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? യുഅസ്സറു വലിയ്യുൻ ഖാല അനല്ലാഹ്, അനല്ലാഹ് എന്ന് ഒരു വലിയ പറഞ്ഞാൽ ആ വലിയനെ തഅസീർ ചെയ്യപ്പെടണം, ആ വലിയനെ അതിൽ നിന്നും വിലക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൽ ഫീഹി നദറുൻ, അതങ്ങനെ പറയേണ്ടതില്ല, അപ്പറഞ്ഞത് ശരിയായില്ല. ലിഅന്നഹു ഇൻ ഖാലഹു, കാരണം ലിഅന്നഹു, നിശ്ചയമായും ആ വലിയുണ്ടല്ലോ അദ്ദേഹം, ഇൻ ഖാലഹു, അനല്ലാ തുടങ്ങിയ പദങ്ങൾ ആ വലിയ പറഞ്ഞത്, വഹുവ മുകല്ലഫുൻ, അദ്ദേഹം മുകല്ലഫായിരിക്കെയാണോ അപ്പറഞ്ഞത്, ഫഹുവ കാഫിറുൻ ലാ മഹലത, അദ്ദേഹം കാഫിർ തന്നെയാണ്, ഒരു സംശയവും ഇല്ല. അപ്പോൾ മുക്കല്ലഫായിരിക്കെയാണ് അനല്ലാ എന്ന് പറഞ്ഞതെങ്കിൽ കാഫിറാണ്, ഒരു സംശയവുമില്ല. അങ്ങനെ ഒരു വലിയും പറയൂലടോ. മഹാന്മാരായ ഔലിയാക്കൾ മുക്കല്ലഫായിരിക്കെ ഇത്തരം പദപ്രയോഗങ്ങൾ അവർ നടത്തില്ല. എന്നാൽ വഇൻ ഖാലഹു ഹാലൽ ഗൈബത്തിൽ മാനിഅത്തി ലിത്തക്ലീഫി, തക്ലീഫ് ബന്ധിക്കാത്ത മഹാന്മാരുടെ ഗൈബത്തിന്റെ അവസ്ഥയിലാണോ പറഞ്ഞത് എങ്കിൽ ഫഅയ്യു വജ്ഹിൽ ലിത്തഅസീരി, പിന്നെ ആ മഹാന എന്തിന്റെ പേരിലാത്വിന്റെ തഅസീർ ചെയ്യേണ്ടത്? എത്ര വ്യക്തമാണ് നോക്കൂ നിങ്ങൾ. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരിൽ നിന്നും കുഫറിന്റെ വാചകമുണ്ടായാൽ ആ വലിയനെ തഅസീർ ചെയ്യണമെന്ന് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അതിനെ ഗണ്ണിക്കാണ്. കാരണം ഒരു വലിയ ഒരിക്കലും തക്ലീഫിന്റെ സമയത്ത് അത് പറയൂല. മുക്കല്ലഫായിരിക്കെ അങ്ങനെ പറഞ്ഞാൽ കാഫിറാണെന്നതിൽ പിന്നെ സംശയിക്കേണ്ടതില്ലല്ലോ. ഇനി വൈബത്തിന്റെ ഹാലിലാണ് പറഞ്ഞതെങ്കിലോ, വൈബത്തിന്റെ ഹാലിലാണ് പറഞ്ഞത് എങ്കിൽ അവിടെ പിന്നെ ആ മഹായ തക്ലീഫില്ലല്ലോ, പിന്നെ എന്തിൻ്റെ പേരിലാ തഅസീർ ചെയ്യേണ്ടത്? അപ്പോൾ വളരെ വ്യക്തമാണ്, മഹാന്മാരിൽ നിന്നും ഇത്തരം പദപ്രയോഗങ്ങൾ ഒരിക്കലും അവരുടെ തക്ലീഫിന്റെ ഘട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, മഹാനായ സിയം വലിയുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് മുക്കല്ലഫായിരിക്കെ അനല്ലാ എന്ന് പറഞ്ഞു എന്നല്ലേ ഈ മൗലവി പറയുന്നത്? ഫത്ഹുൽ മുഈനിൽ വ്യക്തമായി പറയുന്നു, മുക്കല്ലഫായിരിക്കെ ഒരു മനുഷ്യൻ പറഞ്ഞാൽ കാഫിറാകുന്നു. സിയം വലിയുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് വെച്ചുകൊണ്ട് അവിടുന്ന് കാഫിറായി പോയി എന്ന് പറയാൻ വേണ്ടി ഈ മൗലവിമാർ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ കളവല്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സിയം വലിയ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, വല്ലാഹി അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനായ സിയം വലിയുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ഈ മൗലവിമാര് നടത്തുന്ന പരിഹാസത്തിന്റെ തുടർച്ചയാണത്. സിയം വലിയുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഈ മൗലവിമാര്. അതിന് വഹാബികളെയും കൂട്ടുപിടിച്ച് മഹാന്മാരായ ഔലിയാക്കളെ പരിഹസിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈനിൽ നമ്മൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ
ഫത്വൽ മൊയിൽ നിന്ന് കട്ടതടക്കം നമ്മൾ പിടിച്ചപ്പോൾ മൗലവിയെ കൊണ്ടത് തിരുത്തിച്ചു. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൗലവി എന്ത് ചെയ്യുന്നുണ്ട്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് എടുത്ത് മറിച്ചിട്ട് അതിൽ ഇതുപോലെ ഒരു കളവ് നടത്തുന്നുണ്ട്. അതെന്ന് ആദ്യം കേൾക്കുക. നമ്മൾ എന്താണ് അനൽ ഹഖ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര സാധ്യതയുണ്ട്? ഇമാം ഇബ്നു ഹജറുൽ ഹൈതമിയുടെ അൽ ഫതാവൽ ഹദീസിയ അതിൽ കാണാം, രണ്ട് നിലക്ക് ഇത് പറയും. ഒന്ന് സ്വഹവിലാണ്, ഒന്ന് ഗൈബത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാര് ഈ വാദം പറയുന്നതിനെ സംബന്ധിച്ച് മഹാൻ പറയുന്നു, ഒന്ന് അവരുടെ സ്വഹവിലാണ്, മറ്റൊന്ന് അവരുടെ ഗൈബത്തിലാണ്. സ്വഹവ് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ അവസ്ഥയിൽ, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധി മറിഞ്ഞ അവസ്ഥയിൽ, അത് മസ്താന്മാർക്കൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇത് രണ്ടും കണ്ടോ? അപ്പോ ഇബ്നു ഹജർ തങ്ങളുടെ കിതാബ് എടുത്ത് മറിച്ചിട്ട് ഇയാള് അർത്ഥം വെക്കാണ്, സ്വഹവ് എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ തക്ലീഫുള്ള അവസ്ഥ, ഗൈബത്ത് എന്ന് പറഞ്ഞാലോ തക്ലീഫില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ് മൗലവി. താങ്കൾക്ക് സ്വഹവ് അറിയില്ല, ഗൈബത്ത് അറിയില്ല. ഇതൊക്കെ ഔലിയാക്കളുടെ ഇസ്തിലാഹുകളാണ്, മഹാന്മാരുടെ ഇസ്തിലാഹാത്തുകളാണ്. ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാതെയാണ് ഈ മൗലവി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഇസ്തിലാഹാത്തുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഈ മൗലവി ഇതുപോലുള്ള കള്ളങ്ങൾ പറയുന്നത്. മഹാന്മാരെ സംബന്ധിച്ച് അവരുടെ ഇസ്തിലാഹാത്തുകൾ അറിയാതെ സംസാരിക്കാൻ പാടില്ല. അവരുടെ ഇസ്തിലാഹാത്തുകൾ അറിയുന്നില്ല എങ്കിൽ അവരുടെ കിതാബ് തൊട്ട് നോക്കാൻ പോലും പാടില്ല. അത് ഹറാമാണെന്ന് സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു അൻഹു കൃത്യമായി പറഞ്ഞു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ മൗലവി ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ ഇസ്തിലാഹാത്ത് അറിയാതെ അവരുടെ അവസ്ഥകളെക്കുറിച്ച് പറയാണ്. സ്വഹവ് എന്ന് പറഞ്ഞാൽ എന്താ മൗലവി പറഞ്ഞത്? നല്ല തെളിഞ്ഞ അവസ്ഥ. ഇതാണോ സ്വഹവ് എന്ന് പറഞ്ഞാൽ? ഓ സഹോദരന്മാര് മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഇത്തരത്തിലുള്ള അവസ്ഥകളെ സംബന്ധിച്ച് പറയുന്ന ആ ഇസ്തിലാഹാത്തുകൾ വിശദീകരിക്കാൻ വേണ്ടി മാത്രം എത്ര ഗ്രന്ഥങ്ങളുണ്ട്, എത്ര കിതാബുകളുണ്ട്. നോക്കൂ നിങ്ങൾ, സ്വഹവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വഹവ് എന്ന് പറഞ്ഞാൽ ഈ മൗലവിക്ക് മനസ്സിലായിട്ടില്ല. ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ഈ മൗലവിക്ക് മനസ്സിലായിട്ടില്ല. സക്ർ എന്ന് പറഞ്ഞാൽ ഈ മൗലവിക്ക് മനസ്സിലായിട്ടില്ല. ഫനാഇ എന്ന് പറഞ്ഞാൽ മൗലവിക്ക് മനസ്സിലായിട്ടില്ല. മുഷാഹദത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഇസ്തിഗ്റാഖ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അതുപോലെ ജദ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊന്നും ഈ മൗലവിക്ക് മനസ്സിലായിട്ടില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ലോകം എന്താണെന്നതിനെക്കുറിച്ച് യാതൊന്നും അറിയാത്ത തനി ജാഹിലായ ഈ മൗലവി മഹാന്മാരുടെ പേരിൽ നടത്തുന്നത് കടുത്ത വഞ്ചനകളാണ്, കടുത്ത അപരാധങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, എന്താണ് സ്വഹവ് എന്ന് പറഞ്ഞാൽ? സ്വഹവിന് രണ്ട് അർത്ഥമുണ്ട് അവിടെ. ഒന്ന് തക്ലീഫുള്ള അവസ്ഥയാണ് സ്വഹവിന് ഒരർത്ഥം. മറ്റൊരർത്ഥം എന്ന് പറയുന്നത് തക്ലീഫ് ഇല്ലാത്ത അവസ്ഥയിൽ, ഫനാഇൻ്റെ അവസ്ഥയിൽ തന്നെ. ഫനായിൽ നിന്ന്, അതേ ഗൈബത്താണ് ഫനാഇൻ്റെ ഏറ്റവും അങ്ങേയറ്റം. ആ ഗൈബത്തിൽ നിന്നും അവർ മടങ്ങി വരുമ്പോൾ ഉള്ള അടുത്ത ഘട്ടമാണ് സ്വഹവ് എന്ന് പറഞ്ഞാൽ. ആ സ്വഹവിലും ഗൈബത്തിലും അവർക്ക് തക്ലീഫില്ലാത്ത ഘട്ടമാണ്. രണ്ടും അവരുടെ ഫനാഇൻ്റെ ഘട്ടം തന്നെയാണ്. ഇത് മനസ്സിലാക്കാതെയാണ് ഇയാൾ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് വായിക്കുന്നത്. ഞാൻ അവരുടെ മഹാന്മാരുടെ ഇസ്തിലാഹാത്തുകൾ പറയുന്ന കിതാബ്, ആ കിതാബിൽ നിന്ന് ഞാൻ വായിക്കാം. നോക്കൂ നിങ്ങൾ, വസ്വഹവു الذي هو عقيب السكر وهو أن يميز فيعرف المألم من الملذ فيختار المألم في مواقفه الحق. എന്താണ് മഹാന്മാരുടെ അവസ്ഥാന്തരങ്ങൾ ഇങ്ങനെ പറയാണ്. സക്ർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ അവർക്ക് യാതൊന്നും വേർതിരിച്ചറിയൂല. മഇലമ് വേദനിക്കുന്ന സാധനങ്ങൾ, മലദ് സുഖമുള്ള സാധനങ്ങൾ, ഇതൊന്നും വേർതിരിച്ചറിയാത്ത ഒരു ഘട്ടം, അതിനാണ് സക്ർ എന്ന് പറയുന്നത്. എന്നാൽ ആ സക്റിൻ്റെ ഘട്ടമല്ല, പിന്നെയോ ഇവർക്ക് ഈ മഇലമും മലദുമൊക്കെ വേർതിരിച്ചറിയുന്ന ഒരു ഘട്ടമാണ് സഹവ് എന്ന് പറയുന്നത്. പക്ഷേ വലാ യഷ്ഹദുൽ അലമ ബൽ യജിദു ലദ്ദതൻ ഫിൽ മഇലമി, വേദനിക്കുന്നിടത്ത്
അവർക്ക് ആ വേദനയിൽ നിന്ന് രസമായിരിക്കും അവർ അനുഭവിക്കുക. അങ്ങനത്തെ ഒരു പ്രത്യേകമായ ഘട്ടമാണ്. ഇത് വേദനിക്കുന്നതാണ്, ഇത് സുഖം കിട്ടുന്നതാണ് എന്നൊക്കെ വേർതിരിച്ചറിയാം. ഇത് കയ്പുള്ളതാണ്, ഇത് മധുരമാണെന്നൊക്കെ വേർതിരിച്ചറിയാം. പക്ഷേ കയ്പുള്ളത് കുടിച്ചാലും അവർക്ക് അത്തരം ഘട്ടങ്ങളിൽ മധുരമാണ് അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ഘട്ടമാണ് സാധാരണക്കാരായ ആളുകൾക്ക് വേദനയുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ ഈ സ്വഹവിന്റെ ഘട്ടത്തിലുള്ള മഹാന്മാർക്ക് അവർക്കത് സുഖമായിട്ടായിരിക്കും അനുഭവിക്കാം. അപ്പോൾ സംഗതി രണ്ടും വേർതിരിച്ചറിയാമെങ്കിലും ഒന്നിൻ്റെ അനുഭവമല്ല, അതിൻ്റെ യഥാർത്ഥ അനുഭവമല്ല അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടമാണ് അത്. അവരുടെ ഇസ്തിറാഖിന്റെ ഘട്ടത്തിൽപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കണം. ഇനി ഗൈബത്ത് എന്ന് പറഞ്ഞാലോ, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ഫമഅനൽ ഗൈബത്തി അൻ യഗീബ അൻ ഹുദൂദി നഫ്സിഹി ഫലാ യറാഹാ. എന്താണ്? അവർക്ക് സ്വന്തം നഫ്സിനെ തന്നെ അവർക്ക് കാണാൻ കഴിയില്ല, വേറെ ഒരു ഗൈറിനെ തന്നെ അവർക്ക് കാണാൻ കഴിയില്ല. അതിനാണ് ഗൈബത്ത് എന്ന് പറയാം. ആ ഘട്ടങ്ങളിലാണ് ഫർതഫഅത്തിൽ ഗൈരിയ്യതു ലാ മൗജൂദ ഇല്ലല്ലാ എന്നൊക്കെ പറയുന്ന ഘട്ടം. അവര് അള്ളാഹു മാത്രമേ മൗജൂദുള്ളൂ, വേറെ ഒരു ഗൈർ ഉണ്ട് എന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഘട്ടമാണ് ഗൈബത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കുള്ള സ്വഹവ്, അവരുടെ ഗൈബത്ത് എന്നതൊക്കെ അവരുടെ വിവിധങ്ങളായ ഘട്ടങ്ങളാണ്, അവരുടെ ഫനാഇന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളാണ്. ആ ഘട്ടങ്ങളെക്കുറിച്ച് അറിയാതെയാണ് ഈ മൗലവി സംസാരിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നത് മഹാന്മാരുടെ ഫനാഇന്റെ ഭാഗമായ സ്വഹബിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവരുടെ ഫനാഇന്റെ ഭാഗമായ ഗൈബത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ സ്വഹബ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടർത്ഥത്തിലുണ്ട്. തക്ലീഫിന്റെ ഘട്ടത്തിലുള്ള സ്വഹബുണ്ട്, തക്ലീഫ് ഇല്ലാത്ത ഫനാഇന്റെ ഭാഗമായിട്ടുള്ള സ്വഹവും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ വേർതിരിച്ചറിയും? അത് അതിൻ്റെ മുമ്പുള്ള ഇബാറത്തുകളിൽ നിന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആ തൻ്റെ ചോദ്യത്തിനുള്ള മറുപടി തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ബഹുമാനപ്പെട്ടവരുടെ മറുപടി വസുഇല നഫഅല്ലാഹു ബിമാ ബിഹി മാ മഅനാ ഖൗലിൽ ഹല്ലാജി അനൽ ഹഖ് വഖൗലി അബി യസീദ് സുബ്ഹാനി. എന്താ ചോദ്യം? ഹല്ലാജ് തങ്ങൾ പറഞ്ഞ അനിൽ ഹഖിന്റെ മാന എന്താണ്? ബഹുമാനപ്പെട്ട അബു യസീദ് തങ്ങൾ പറഞ്ഞ സുബ്ഹാനി എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് വിശദീകരിക്കുമ്പോൾ ഫഅജാബ, ബഹുമാനപ്പെട്ടവർ മറുപടി പറയാണ്. എന്താണ്? ബിഖൗലിഹി ലിൽ ആരിഫീന റളിയല്ലാഹു അൻഹും വനഫഅനാ ബിഉലൂമിഹിം വഅസ്റാരിഹിം വലഹലാത്തുഹും ഔഖാത്തുൻ യഗ്ലിബു അലൈഹിം ഫീഹാ ശുഹൂദുൽ ഹഖ് തആല ബിഐനിൽ ഇൽമി വൽ ബസീറത്തി فإذا تم لهم ذلك الشهود ذهلوا حتى عن نفوسهم. മഹാന്മാരായ ഔലിയാക്കളുടെ ചില പ്രത്യേക ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടത്തിൽ അവരുടെ ചിന്ത മുഴുവനും അള്ളാഹുവിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ അവര് ذهلوا حتى عن نفوسهم, അവര് അവരുടെ സ്വന്തം ശരീരത്തിനെ കുറിച്ച് തന്നെയും ബോധമില്ലാത്തവരവസ്ഥയിൽ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ചിന്ത ലയിച്ച ഒരു ഘട്ടമുണ്ട്. വലം യബ്ഖ ലഹും ശുഊറുൻ ബിഗൈരിൽ ഹഖ് തആല. അല്ലാഹു തആലയെ മാത്രമേ അവർ അറിയുന്നുള്ളൂ, അല്ലാഹു തആലയെ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ, അല്ലാഹു തആലയെ മാത്രമേ അവർ വുജൂദായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. വേറെ ഒരു ഗൈറുണ്ട് എന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഘട്ടമാണത്. ആ ഘട്ടത്തിനെ കുറിച്ചാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു വരുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, അങ്ങനെയുള്ള ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഉള്ളത്, അല്ലാഹു തആല മാത്രമാണ് മൗജൂദ് എന്ന് തുടങ്ങി ആ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഒരാൾ ആ ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ വാക്കുകളിൽ നിന്നും വരുന്നത് فقوله أنا الحق أو سبحاني معناه قد تجلى على الحق بشهوده حتى صرت كأني هو. അതൊക്കെ ഏത് ഘട്ടത്തിലുള്ളതാണ്? അള്ളാഹു മാത്രമാണ്, മറ്റൊരു ഗൈറില്ല എന്ന് വരുന്ന ഒരു പ്രത്യേകമായ ഘട്ടം. അവരുടെ തന്നെ ശരീരം പോലും
ആ സമയത്തുണ്ട് എന്ന് പോലും അവർ മറന്നു പോകുന്ന ആ ഘട്ടത്തിനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ആവിഷ്കരിക്കുകയാണത്. വഹാദാ കുല്ലുഹു ഇൻ സ്വദറ അൻഹും ദാലിക ഫീ ഹാലി സ്വഹ്വി. ഇതൊക്കെ അവരുടെ സ്വഹ്വിന്റെ ഘട്ടത്തിൽ ഉണ്ടാകുമ്പോഴാണ്. സ്വഹ്വ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം തന്നെ മറന്നു പോകുന്ന ഫനാഇന്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വരുന്നത്. ആ ഫനാഇന്റെ ഭാഗമായിട്ടുള്ള സ്വഹ്വ്, ആ സ്വഹവിന്റെ മാന എന്താണ് എന്ന് ഔലിയാക്കളുടെ ഇസ്തിലാഹ് പറയുന്ന കിതാബിൽ നിന്ന് ഞാൻ വായിച്ചില്ലേ? ആ സ്വഹവിന്റെ അവസ്ഥയിൽ ഉണ്ടാകുമ്പോഴാണ് ഇത്. എന്നാൽ എന്നാൽ ഗൈബത്തിന്റെ സമയത്തുണ്ടാകുന്നതോ, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ സ്വഹവിന്റെ അപ്പുറത്തുള്ള ഒരു ഘട്ടമാണ് ഗൈബത്ത് എന്ന് പറയുന്നത്. ആ ഗൈബത്തിലെത്തുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രമാണ് മൗജൂദായിട്ട് കാണുന്നത്. ആ ഗൈബത്തിന്റെ അവസ്ഥയിലെത്തുമ്പോൾ ഫഹുവ മിനശ്ശതഹാത്തില്ലതി ലാ ഹുക്മ ലാ, ആ സമയത്ത് അവരുടെ വാചകങ്ങൾക്ക് ഹുക്മ് പോലുമില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഈ ഒരു ഇസ്തിലാഹാത്തുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഇസ്തിലാഹാത്തുകൾ, ആ ഇസ്തിലാഹാത്തുകളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അത്തരം ഇസ്തിലാഹാത്തുകൾ ഇമാമുകൾ വിശദീകരിച്ചത് കാണുക പോലും ചെയ്തിട്ടില്ല ഈ മൗലവി. എന്നിട്ട് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹവി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ മൗലവി തൻ്റെ ജഹാലത്തിൽ നിന്ന് ആ സ്വഹവിനെ ഇദ്ദേഹം അർത്ഥം മനസ്സിലാക്കി അത് തക്ലീഫുള്ള ഘട്ടമാണ്. ആ തക്ലീഫുള്ള ഘട്ടത്തിലാണ് സി എം വലിയുല്ലാഹി തങ്ങൾ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, അത് എത്ര വലിയ അപരാധമാണ്. അപ്പൊ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് ഫത്തുൽ മീനിൽ പറഞ്ഞതോ, തക്ലീഫുള്ള സമയത്ത് ഒരാളത് പറഞ്ഞാൽ ഒരു സംശയവുമില്ല കാഫിറാന്ന്. ഞങ്ങൾ പറഞ്ഞതല്ല, അത് ഞങ്ങൾ പറഞ്ഞു എന്നാ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞതല്ല, ഇത് ഇമാമുകൾ കിതാബിൽ എഴുതി വെച്ചതാണ്. അപ്പോ ഫിഖ്ഹിന്റെ കിതാബ് അറിയില്ല, അത് നമുക്കറിയില്ല എന്നാ പറയുന്നത്. അത് മൗലവിയുടെ അറിവില്ലായ്മ. അതുപോലെ തന്നെയാണ് നമ്മളൊന്ന് തെറ്റിദ്ധരിക്കാണ്. ഞങ്ങൾ നന്നായിട്ട് ഓതി പഠിച്ചവരാണ്, ഞങ്ങൾ അതിന് യോഗ്യരായ ഉസ്താദുമാരുടെ കീഴിലാണ് ഞങ്ങളുള്ളത്. താങ്കൾ ഓതിപ്പടിച്ചത് ജാഹിലീങ്ങളിൽ നിന്നാണ്, ആ ജാഹിലീങ്ങളുടെ കീഴിൽ തന്നെയാണ് താങ്കളുള്ളത്. ആ താങ്കൾക്ക് പിന്നെ എങ്ങനെയാണ് ഇസ്തിലാഹത്ത് മനസ്സിലാകുന്നത്? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ ഇദ്ദേഹത്തിൻ്റെ ജഹാലത്ത്, ആ ജഹാലത്തിൻ്റെ അതിൻ്റെ വ്യാപ്തി എത്രയാണ് നോക്കൂ നിങ്ങൾ. മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് ഇത്ര വലിയ അപരാധം പറയാൻ ഒരു മടിയുമില്ലാതെ ഇദ്ദേഹം പറയുകയാണ്. ഒരു മഹാനും തക്ലീഫിന്റെ സമയത്ത് ഇത്തരം ഒരു പദപ്രയോഗം നടത്തിയിട്ടേ ഇല്ല. എന്നാൽ അതൊക്കെ അവരുടെ ജദ്ബിന്റെ ഹാലിലുള്ള അവസ്ഥയാണ്. ഒറ്റ സാധ്യതയുള്ളൂ ജദ്ബിൽ, അല്ലെങ്കിൽ കുഫ്ർ. ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് കേട്ടോളൂ, ഫഖൗലുഹു അനൽ ഹഖ്. അനൽ ഹഖ് എന്നൊരു വലിയ പറഞ്ഞാൽ, ഔ സുബ്ഹാനി എന്ന് പറഞ്ഞാൽ മഅനാഹു, അതിന്റെ മഅന ഖദ് തജല്ല അലയ്യൽ ഹഖ് ബിശുഹൂദിഹി ഹത്താ സിർതു കഅന്നി ഹുവ. എന്താണ് ആ മഅന? നിങ്ങൾ പറഞ്ഞല്ലോ, നേർക്ക് നേരെ ബുദ്ധിയുള്ളപ്പോ പറഞ്ഞതാണെങ്കിൽ കാഫിറാകുമെന്നതാണ് ഫിഖ്ഹിന്റെ നിയമം. നിങ്ങൾ ഫിഖ്ഹും പഠിച്ചിട്ടില്ല. ഇമാം ഇബ്നു ഹജർ പറയാണ്, അനൽ ഹഖ് അല്ലെങ്കിൽ സുബ്ഹാനി എന്നെ പരിശുദ്ധനാക്കുന്നു എന്നതിന്റെ അർത്ഥം ഖദ് തജല്ല അലയ്യൽ ഹഖ്, ഞാൻ ഉയർന്ന് അല്ലാഹു എന്റെ മേൽ വെളിവായി. അവരുടെ അവസ്ഥയെ കുറിച്ച് പറയാൻ കണ്ടോ. അപ്പോ ഈ മൗലവിക്ക് ഈ ഇസ്തിലാഹാത്തുകളൊന്നും മനസ്സിലായിട്ടില്ല. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത് ആ സ്വഹവിൻ്റെ മാന എന്താണ്, അത് ഞാനിപ്പോൾ വിശദീകരിച്ചു. ആ സ്വഹവിൻ്റെ മാന ഒരിക്കലും അവർക്ക് തക്ലീഫുള്ള ഘട്ടം എന്നല്ല അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കാതെ ഇയാൾ പറയാണ് നല്ല തെളിച്ചമുള്ള, നല്ല തെളിഞ്ഞ അവസരത്തിലാണ്, അഥവാ തക്ലീഫുള്ള അവസരത്തിലാണ്. ഒരിക്കലുമല്ല, അത് അവരുടെ ഫനാഇൻ്റെ ഭാഗമായിട്ട് ഒരു സ്വഹവുണ്ട്. ആ സ്വഹവിനെ സംബന്ധിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഇതൊന്നും അറിയാതെയാണ് ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി തുഹ്ഫ പറയുന്നു, അതിന്റെ അർത്ഥം ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നത് കാണാം, ഗൈബത്തിന്റെ സമയത്തുള്ള വലിയിന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ അനൽ ഹഖ് പോലെയുള്ള വാക്ക് വെച്ച് അവരെ കാഫിറാക്കാൻ പാടില്ല. ഔ തഅ്വീലിഹി ബിമാ ഹുവ മുസ്തലഹുൻ അലൈഹി, അല്ലെങ്കിൽ അതിന് ഫിഖ്ഹിൽ മഹാനവറുകൾ പറയാ തുഹ്ഫയുടെ വാക്കാണത്, ആ വാക്കിന് അതിൻ്റെതായ അർത്ഥങ്ങൾ ഉണ്ടാകും. അവരുടെ ഇസ്തിലാഹ് അനുസരിച്ച് നോക്കണം. അത്
അത് അവരുടെ ഇസ്തിലാഹ് അനുസരിച്ച് നോക്കണം. ആ ഇസ്തിലാഹാണ് ഞാൻ പഠിപ്പിച്ചു തന്നത്. മഹാന്മാരുടെ ഇസ്തിലാഹ് വാക്കിൻ്റെ അതിൻ്റെ ഇസ്തിലാഹാത്തുകളുടെ മാന വിശദീകരിക്കുന്ന കിതാബ് കണ്ടിട്ടുണ്ടോ മൗലവി താങ്കൾ? ആ ഇസ്തിലാഹാത്തുകളാണ്, അതിന് മഹാന്മാർ പറഞ്ഞ മാനയാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പോൾ തുഹ്ഫയിൽ പറഞ്ഞതും ഫതാവൽ ഹദീസിൽ പറഞ്ഞതും ഫതുൽ മുഈനിൽ പറഞ്ഞതും എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ അത് മനസ്സിലാക്കുന്നിടത്ത് മൗലവിക്ക് വമ്പൻ അബദ്ധം പറ്റി. കാരണം താങ്കൾ ഒരു ജാഹിൽ നിന്നാണ് 2-3 പ്രാവശ്യം ഓതിപ്പടിച്ചത്. മഹാനായ റഈസുൽ ഉലമയുടെ സദസ്സിൽ നിന്നും ഓടി ഏതെങ്കിലും ജാഹിലീങ്ങളെ പിന്നാലെ പോയാൽ ഇതിലപ്പുറം അപകടമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മഹാനും അവിടുത്തെ തക്ലീഫുള്ള ഘട്ടത്തിൽ മുക്കല്ലഫായിരിക്കെ ഒരു വലിയും അനല്ലാ അനൽ ഹഖു സുബ്ഹാനി തുടങ്ങിയിട്ടുള്ള ഒരു പദപ്രയോഗവും നടത്തിയിട്ടില്ല. അവർ നടത്തിയതെല്ലാം അവരുടെ ഫനാഇൻ്റെ അവസ്ഥയിലാണ് എന്ന് വളരെ വ്യക്തമായി. അപ്പം മഹാന്മാരായ ഇമാമുകളുടെ കിതാബ് നേരാം വണ്ണം ഓതിപ്പടിക്കാതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇദ്ദേഹം ജഹാലത്ത് വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഞാൻ ചുരുക്കുകയാണ്. ഇദ്ദേഹം ഫത്തുൽ മുഈനിൽ നിന്ന് ആദ്യം ഹാല വൈബത്തിഹിൻ്റെ അർത്ഥം കട്ടല്ലോ. ആ അർത്ഥം കട്ടത് നമ്മൾ പിടിച്ചപ്പോൾ മൂപ്പരതിന് പറയുന്ന ഒരു ന്യായമുണ്ട്. പറഞ്ഞു വകദാ ഖൗലുൽ വലിയി, പ്രകാരം തന്നെയാണ് വലിയിന്റെ ഖൗല്. ഹാല ഗൈബത്തിഹി അനല്ലാഹ്, ഹാല ഗൈബത്തിഹി ഈ വാക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ വിശദീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്റെ പ്രധാന വിഷയം അപ്പുറത്തുള്ളതായതുകൊണ്ട് ഈ വാക്ക് കൃത്യമായി വായിച്ച് അപ്പുറത്ത് കൊണ്ടുപോയി ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. കേട്ടോളൂ. എങ്ങനെ പറഞ്ഞത്? ഈ വാക്ക് ഇവിടെ വായിച്ചു, അപ്പുറത്ത് കൊണ്ടുപോയി വിശദീകരിച്ചിട്ടുണ്ട്. വേദന കൈമുട്ടിന് തൈലം തേക്കുന്നത് എവിടെയാണ്? കാൽമുട്ടിന്. എങ്ങനെയുണ്ട് മൗലവി? ഹാല വൈബത്തിഹിന്റെ അർത്ഥം മാത്രം അപ്പുറത്ത് കൊണ്ടുപോയി വിശദീകരിച്ചു എന്ന്. ബാക്കിയുള്ളത് ഇവിടെ തന്നെ പറഞ്ഞു. എന്തേ മൗലവി മറ്റുള്ള വാക്കുകളും അപ്പുറത്ത് കൊണ്ടുപോയി വിശദീകരിക്കാതിരുന്നത്? അപ്പം അത് മനഃപൂർവ്വം മൂടി വെച്ചതാണ്. എവിടെയും പറഞ്ഞിട്ടില്ല അതിനർത്ഥം, എവിടെയും വിശദീകരിച്ചിട്ടില്ല. അത് മൂടി വെച്ച് കിതാബ് വായിച്ച് ആളുകളെ വഞ്ചിക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. പക്ഷേ നമ്മളത് പിടികൂടിയപ്പോൾ ഒരു രക്ഷയുമില്ല, അങ്ങനെ കുടുങ്ങിപ്പോയി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫത്വൽ മുഈനിൽ ഹാല വൈബത്തിഹിൻ്റെ അർത്ഥം കട്ടപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. എന്നാൽ ആ ജാള്യത മറക്കാൻ വേണ്ടി മഹാന്മാരായ ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയുടെ പേരിലും ഫതാവൽ ഹദീസിൻ്റെ പേരിലും നിരവധി കളവുകൾ ആവർത്തിക്കുകയാണ് മൗലവി ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന് മഹാന്മാരുടെ വാക്കിൻ്റെ ഇസ്തിലാഹാത്തുകൾ അറിയില്ല, അത്തരം ഇസ്തിലാഹാത്തുകൾ പറയുന്ന കിതാബുകളും അറിയില്ല, ഒന്നും അറിയില്ല. ഇനി അടുത്ത വിഷയം, മഹാന്മാരായ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആ മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യുന്നവരാണ് മുസ്ലിമീങ്ങൾ. ആ ഇസ്തിഗാസ ചെയ്യുന്നു, ആ ഇസ്തിഗാസയുടെ മഅന എന്താണ്, അതിൻ്റെ അർത്ഥമെന്താണ് എന്നത് വിശദമായിട്ട് ബിഅയത്തുൽ മുസ്തർഷിദീൻ വായിച്ചുകൊണ്ട് ഞാൻ വിശദീകരിച്ചു. അത് വിശദീകരിച്ചപ്പോൾ എൻ്റെ ആ ക്ലിപ്പിട്ടുകൊണ്ട്, ഞാനത് വായിച്ചിങ്ങനെ വിശദീകരിക്കുന്ന ക്ലിപ്പിട്ടുകൊണ്ട് മൗലവി പറയാണ്, മൗലവിക്ക് അതിലൊന്നും മറുപടി പറയാനില്ല. അപ്പോൾ ബിഅയിൽ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം മാറ്റി എന്നില്ല, മൂപ്പർക്ക് പരാതിയില്ല. ബിഅയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന പരാതിയുമില്ല. പിന്നെ മൂപ്പര് പറയാണ് അത് ബിഅയ്യൻ്റെ മുമ്പ് വേറെ പല കിതാബും വന്നിട്ടുണ്ട്, ബിഅയ്യ കുറേ പിൽക്കാലത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബിഅയ്യയുടെ മുമ്പ് വന്ന കിതാബാണ് ഷിഫാഉസ് സഖാം ഫി സിയാറത്തി ഖൈറിൽ അനാം എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിൽ ഈ പറഞ്ഞ ഇസ്തിഗാസയുടെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഷിഫാഉസ് സഖാം വായിക്കുന്നുണ്ട്. അതാദ്യം ഒന്ന് കേൾക്കുക. നമ്മൾ 86-ാമത്തെ പേജിൽ അതാ പഠിപ്പിക്കുന്നത്. അതാ ഞങ്ങൾ പറഞ്ഞ ഇസ്തിഗാസ. ഇത് മൂന്നുമല്ല ഇവിടെ തർക്കത്തിലുള്ള ഇസ്തിഗാസ. ഫഹിയ ത്വലബുൽ ഗൗസ്, നേരെ സഹായം തേടുക. അത് ചിലപ്പോ അള്ളാഹിനോട് തേടും, വതാറത്തൻ ചിലപ്പോ യത്ലുബു മിമ്മൻ യസിഹു ഇസ്നാദുഹു ഇലൈഹി അലാ സബീലിൽ കസ്ബി. കണ്ടോ, ഹബീബായ തങ്ങളടക്കമുള്ള ഇസ്തിഗാസ ചെയ്യപ്പെടാൻ യോഗ്യതയുള്ളവരോട് നേരെ തന്നെ അവര് ചെയ്തു തരും എന്ന നിലക്ക് തേടുക. കണ്ടോ, ഇത് എന്തൊരു ദുരന്തമാണ് സഹോദരങ്ങളെയും മൗലവി. ഇയാളിപ്പോ എന്തിനാ ഷിഫാഉസ് സഖാം എന്തിനാ വായിച്ചത്? ഷിഫാഉസ് സഖാം വായിച്ചത് എന്തിനാ? മഹാന്മാര് നിമിത്തമാകും
നിമിത്തമാണ് എന്ന അർത്ഥമാണ് നമ്മുടെ ഇസ്തിആസക്കുള്ളത് എന്ന് ഞാൻ ബിഅയ വായിച്ചുകൊണ്ട് വിശദീകരിച്ചപ്പോൾ ബിഅയയിൽ പറഞ്ഞത് ശരിയല്ല, അത് ഷിഫാഉ സഖാമിൽ അതിനെതിരുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഷിഫാഉ സഖാം വായിച്ചത്. എന്നിട്ട് ഷിഫാഉ സഖാമിൽ എന്താ പറഞ്ഞത്? മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വതാറത്തൻ യുത്ലബു മിമ്മൻ യസിഹു ഇസ്നാദുഹു ഇലൈഹി അലാ സബീലിൽ കസ്ബി, അവർ കസ്ബ് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാനുള്ള നിമിത്തമാകും. അങ്ങനെ ഇസ്നാദ് ചെയ്യാൻ പറ്റുന്ന മഹാന്മാർ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, അവരിൽ നിന്നും നമ്മൾ സഹായം തേടും എന്ന് വിശദീകരിച്ചതാണ് മൗലവി വായിച്ചത്. അപ്പൊ ഇയാൾക്ക് അറിയോ എന്താണ് ഈ കസ്ബ് എന്ന് പറഞ്ഞാൽ? അറിയോ മൗലവി എന്താ ഈ കസ്ബ് എന്ന് പറഞ്ഞാൽ? ആ കസ്ബിനെ കുറിച്ച് തന്നെയാ ജാഹിലെ ഞങ്ങൾ സബബാവുക, നിമിത്തമാവുക എന്ന് പറഞ്ഞത്. ഇയാൾക്ക് എന്താണ് ഈ കസ്ബ് എന്ന് മനസ്സിലായിട്ടില്ല പാവത്തിന്. നോക്കൂ നിങ്ങൾ, പണ്ട് ഒരാൾ യാത്ര പോകുമ്പോൾ ആ നാട്ടിലുള്ള മുദരിസ് വന്ന് ദുആ ചെയ്ത് കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ നീ ഇറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദ് എനിക്ക് ആയത്തുൽ കുർസി അറിയില്ലല്ലോ. ആയത്തുൽ കുർസി അറിയില്ല എനിക്ക്. ഇല്ല ഉസ്താദ്, ആയത്തുൽ കുർസി എന്നാ കേട്ടോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം, ഉസ്താദ് ഇങ്ങനെ ഓതാൻ നിൽക്കും. അതെനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആയത്തുൽ കുർസിയാണ് ഇത് എന്നുള്ളത് തിരിച്ചറിയില്ല. അപ്പം അതുപോലെയാണ് ഈ ജാഹിലായ മൗലവി നിമിത്തമാണ് മഹാന്മാർ എന്ന് നമ്മൾ പറഞ്ഞതിനെ വിശദീകരിച്ചു. ബിഅയിൽ പറഞ്ഞത് നമ്മൾ വായിച്ചു കൊടുത്തപ്പോൾ ബിഅനെ തള്ളി. ആ ബിഅയിൽ പറഞ്ഞതിനെതിരാണ് എവിടെ ഉള്ളത്? ഷിഫാഉ സഖാമിലുള്ളത്. അപ്പോൾ ഷിഫാഉ സഖാമിൽ എന്താണുള്ളത്? മഹാന്മാർ കസ്ബ് ചെയ്യുന്നു എന്നാണ് അതിലുള്ളത്. ആ കസ്ബ് തന്നെയാണ് മൗലവി ഈ നിമിത്തമാവുക എന്ന് പറഞ്ഞത്. ഇയാൾക്ക് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ ബാലപാഠ പോലും അറിയില്ല അല്ലേ? ഇപ്പം ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഇതിപ്പോൾ വിശദമായിട്ട് പറയാൻ കഴിയോ? വേണമെങ്കിൽ എൻ്റെ ദർസിൽ വന്നോ തൗബ ചെയ്തുകൊണ്ട് ദർസിൽ ഞാൻ പഠിപ്പിച്ചു തരാം. സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം ശറഹുൽ അഖായിദെങ്കിലും ചുരുങ്ങിയത് ഓതണ്ടേ? എന്താണ് ഈ പറയുന്നത്? അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അതുപോലും അറിയാതെയാണോ ഈ ബഡായി പറയുന്നത്? എന്താണ് കസ്ബ് എന്ന് പറയുന്നത്? ഞാൻ ഒരു കാര്യം സംസാരിക്കുന്നു, ആ സംസാരിക്കാനുള്ള കസ്ബ് ഞാൻ നടത്തുമ്പോൾ അല്ലാഹു തആല സംസാരിക്കുക എന്ന ആ പ്രവൃത്തി എനിക്ക് പടച്ചു തരികയാണ്. അപ്പൊ കാസിബ് ഞാനാണ്, ഖാലിഖ് അല്ലാഹു തആലയാണ്. സാധാരണക്കാരനായ മനുഷ്യൻ സാധാരണ കാര്യങ്ങൾ കസ്ബ് ചെയ്യുമ്പോൾ അല്ലാഹു തആല അവർക്കത് പടച്ചു കൊടുക്കുന്നു എന്നതുപോലെ അസാധാരണക്കാരായ ആളുകൾ അസാധാരണ കാര്യങ്ങളെ കസ്ബ് ചെയ്യുമ്പോൾ അല്ലാഹു തആല അത് പടച്ചു കൊടുക്കുന്നു. അതാണ് മഹാന്മാരെ അതിന് നിമിത്തമാവുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഷിഫാഉ സഖാമിൽ ഇപ്പറഞ്ഞതിൻ്റെ മാന മഹാന്മാരായ ഔലിയാക്കളും അമ്പിയാക്കളും അവർ കസ്ബ് ചെയ്യുമ്പോൾ ആ സഹായങ്ങൾ അല്ലാഹു തആല പടച്ചു തരികയാണ്. അപ്പൊ അല്ലാഹു തആല പടക്കുവാനുള്ള നിമിത്തമാണ് കസ്ബ് ചെയ്യുക. അവിടെ കസ്ബ് തന്നെ വിവിധങ്ങളായ ഭാഗങ്ങളുണ്ട്. കസ്ബ് ചെയ്താൽ ആ കസ്ബ് കാരണമായി അല്ലാഹു തആല പടച്ചു തരുന്നതുണ്ട്. കസ്ബ് ചെയ്താലും അല്ലാഹു പടച്ചു തരാത്തതുണ്ട്. കസ്ബ് ഇല്ലാണ്ടെയും അല്ലാഹു പടക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ തട്ടുകൾ അതിനെക്കുറിച്ചുണ്ട്. അതൊന്നും വിശദമായിട്ട് പറയാനില്ലല്ലോ. വേണമെങ്കിൽ നൗഷാദും മൗലവിയും ടീമും വന്നോ എൻ്റെ ദർസിലിരുന്ന് പഠിച്ചോ, കിതാബ് ഓതി തരാം. പക്ഷേ ഇതൊന്നും പഠിക്കാതെ ജഹാലത്ത് വിളമ്പിക്കൊണ്ടിരിക്കുകയല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കസ്ബിൻ്റെ മാനയാണ് ബിഅയിൽ പറഞ്ഞത്. ബിഅയിൽ മാത്രമാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല. നമ്മുടെ നിരവധി കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ നിരവധി ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ശറഹുൽ അഖായിദിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഈ ഹിദായത്ത് എന്ന് പറയുന്നത് പടക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പടക്കുന്നത്. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ ഹിദായത്താക്കുമെന്ന് പറയാറുണ്ടല്ലോ. അതിൻ്റെ മാന എന്താണ്? വഖത്തുലാഫുൽ ഹിദായത്തു ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മജാസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്താക്കും എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. അത് മജാസാണ് ബിത്വരീഖി തസബ്ബുബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നിമിത്തമാകും എന്ന അർത്ഥത്തിലാണ് തങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പൊ തങ്ങൾ നിമിത്തമാകും എന്ന അർത്ഥത്തിലാണ്. അപ്പൊ തങ്ങൾ കസ്ബ് ചെയ്യുമ്പോൾ അല്ലാഹു തആല ഖൽഖ് ചെയ്യുമെന്ന മാനക്കാണത്. അത് തന്നെയാ ഷിഫാഉ സഖാമിൽ പറഞ്ഞത്. എന്നിട്ട് ഇത് മനസ്സിലാക്കാതെ ഇതൊരു വലിയ തെളിവായി കൊണ്ടുവന്നതാണ് ഈ ജാഹിലായ മൗലവി. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. എന്താണ്? ഇദ്ദേഹവും മുഅ്തസിലത്തും തമ്മിൽ
വലിയ ഐക്യത്തിലാണ്. പണ്ട് കാലത്ത് മുഅ്തസിലത്ത് പറഞ്ഞിരുന്ന ന്യായങ്ങൾ, ആ ന്യായങ്ങളാണ് ഇപ്പോഴും ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ മഹാന്മാര് നിമിത്തമാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ചപ്പോൾ ഈ മൗലവി കൊണ്ടുവന്ന കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങൾ തന്നെയാണ് പണ്ട് കാലത്ത് മുഅ്തസിലത്തും പറഞ്ഞിരുന്നത്. അതൊന്ന് കേൾക്കുക ആദ്യം. ആ ചോറും തിന്നിട്ട് ഇപ്പൊ ചോറും അല്ല മുഖേന അല്ല ഇയാള് മുഖേന അല്ല ചോറും തിന്നു. ജ്യൂസ് കുടിക്കുമ്പോ അല്ല മുഖേന പേരോട് ജ്യൂസ് കുടിക്കുന്നു, അല്ലെ പേരോട് മുഖേന അല്ല ജ്യൂസ് കുടിക്കുന്നു. എങ്ങനെയുണ്ട്? അള്ളാഹു ജ്യൂസ് കുടിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇതേ ന്യായമാണ് മുഅ്തസിലത്ത് പണ്ട് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജ്യൂസ് കുടിക്കുന്നു എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. എന്താ പറയാത്തത്? ഫാഇല് ഖാലിഖ് ഇത് തമ്മിലുള്ള ഫർക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കിതാബ് ഓതി പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ കസ്ബ് ചെയ്യുമ്പോൾ അല്ലാഹു തആല എനിക്ക് കഴിക്കുക എന്ന പ്രവൃത്തി, ആ ഫിഅല്, എൻ്റെ പ്രവൃത്തി അല്ലാഹു പടച്ചു തരുന്നു. അല്ലാഹു തആല ഖാലിഖാണ്, അല്ലാഹു ഫാഇലല്ല. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ ഈ വിശ്വാസത്തിനെതിരെ പണ്ട് കാലത്തെ മുഅ്തസിലത്ത് വിമർശനമുന്നയിച്ചു. ആ മുഅ്തസിലത്തിന്റെ വിമർശനം എന്തായിരുന്നു? അവർ പറയുന്നത് വഖദ് യതമസ്സകു, മുഅ്തസിലത്ത് തെളിവ് പിടിച്ചു, ബിഅന്നഹു ലൗ കാന ഖാലിഖൻ ലിഅഫ്ആലിൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തനം പടക്കുന്നത് അല്ലാഹു തആലയാണ് എന്ന് പറഞ്ഞാൽ ലകാന ഹുവൽ ഖായിമു വൽ ഖായിദു, അല്ലാഹു തആല ഇരിക്കുന്നവനാണ്, നിൽക്കുന്നവനാണ്, വൽ ആകിലു അവൻ തിന്നുന്നവനാണ്, വശാരിബു അവൻ കുടിക്കുന്നവനാണ്. നൗഷാദ് പറഞ്ഞ പോലെ വസ്സാനി വസ്സാരിഖ്, അല്ലാഹു തആലയെ കുറിച്ച് സാനിയാണ്, മോഷ്ടാവാണ് എന്നൊക്കെ പറയേണ്ടി വരൂലേ എന്ന് മുഅ്തസിലത്ത് പറഞ്ഞു. ആ മുഅ്തസിലത്തിനെ, ആ ന്യായം പറഞ്ഞു വന്ന മുഅ്തസിലത്തിനെ ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു ശറഉൽ ഖായിദിലെ, മൗലവി അത് ഖാലിഖും ഫായിലും തമ്മിലുള്ള ഫർഖുണ്ട് എന്ന് പറഞ്ഞ് അത് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു. ഒരു കാര്യം പടച്ചവന്, ഒരു കാര്യം ഉണ്ടാക്കിയത്, ഇപ്പോൾ ഒരാൾ കറുത്ത ഒരു സാധനം ഉണ്ടാക്കി, ഇപ്പം എൻ്റെ ഒരു ഫോണ് കറുത്ത ഫോണ് ഒരാൾ ഉണ്ടാക്കിയാൽ അതുകൊണ്ട് ഫോണ് കറുത്തതാകുമെന്നല്ലാതെ ആ ഉണ്ടാക്കിയവൻ കറുത്തതാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ കറുത്ത ഫോൺ ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടാക്കിയവൻ കറുത്തവനാണെന്ന് പറയാൻ കഴിയില്ല. അപ്പം അതുപോലെ തന്നെയാണ് ഫായിൽ ഒന്ന് വേറെയാണ്, ഖാലിഖ് ഒന്ന് വേറെയാണ്. അപ്പോൾ അല്ലാഹു തആല ഖാലിഖാണ്, ഫായിലല്ല. ഇത് നമ്മുടെ അഖീദയുടെ കിതാബുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അശേഷം അറിയാത്ത ഈ കള്ളത്വരീഖത്തിന്റെ വ്യാജന്മാര് കിതാബുമായി ഒരു ബന്ധവുമില്ലാത്ത തനി ജഹാലത്തുകളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ ജാഹിലീങ്ങൾ അവരെ ജഹാലത്തിന്റെ ദുൽമത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്നൊന്ന് പുറത്തു കടന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് കടന്നു വരണമെന്ന് ഈ സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.